i2i ചാനലിൻ്റെ സ്ഥാപകനും CEO ആയുമായ സുനിൽ മാത്യു ഒളിവിൽ പോയെങ്കിൽ എന്തുകൊണ്ടാണ്? ഏവർക്കും സ്വാഗതം. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുൻപ് സുനിൽ മാത്യു എന്നെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ i2i സ്പീക്കിംഗ് ട്രൂത്ത് ടു ദ സെൻറ്റർ ഓഫ് പവർ, വോയിസ് ഓഫ് ട്രൂത്ത് എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തുകയും അതിനോട് ഞാൻ സഹകരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം ആലോചിച്ച ശേഷം ഞാനതിന് സമ്മതിക്കുകയും ഏതാണ്ട് 1-2 വർഷം 2-3 വർഷത്തോളം എന്നാലാകുന്ന സഹായം, പരിമിതമായ സഹായം, വലിയ കഴിവൊന്നുമില്ലാത്ത ആളാണ് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് മാധ്യമ സംബന്ധമായ ഒരു കഴിവും എനിക്കില്ല. ഞാൻ ആശയങ്ങളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ഭിക്ഷാന്തേഹിയാണ്. എനിക്ക് മറ്റ് യാതൊരു പാഠവുമില്ല. എന്നിരിക്കെ അദ്ദേഹത്തിന് നിർബന്ധം കൊണ്ട് ഞാൻ സഹകരിക്കുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് മാർച്ച് മാസത്തോടെ എൻ്റെ ദൗത്യം പ്രത്യേകതയുള്ളതാണ് എന്നും നമ്മുടെ മധ്യത്തിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കുക, പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് എൻ്റെ ലക്ഷ്യമെന്നും വ്യക്തമായി തിരിച്ചറിഞ്ഞ ശേഷം ഈ ഒരു യൂട്യൂബ് ചാനൽ അതിൻ്റെ മാധ്യമമായി ഉപയോഗിക്കണമെന്നതുകൊണ്ട് ഞാൻ i2iയുമായുള്ള സഹകരണം 100% അവസാനിപ്പിച്ച് ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരികയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഒരു ദിവസം 3 വീഡിയോകളെങ്കിലും ഞാൻ കുറഞ്ഞ പക്ഷം നിങ്ങളുമായി പങ്കിടാറുണ്ട്. ചില ദിവസം 4-5 വീഡിയോകൾ വരെ പോസ്റ്റ് ചെയ്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ ഒരു ദിവസം മുഴുവനും അതുവേണ്ടി അധ്വാനിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു തോതിൽ സേവനം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് i2iയുമായി ഉള്ള ഇൻവോൾവ്മെൻറ്റ് ഏതാണ്ട് 100% ഇല്ലാതെയായി. എന്നാൽ കഴിഞ്ഞ ദിവസം 2-3 വീഡിയോകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന്, തിരുവല്ല ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ, അതിൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു ബിഷപ്പ് എന്ന പേരിൽ പരിചയപ്പെടുത്തിയിരിക്കുന്ന മാത്യൂസ് മോർ സിൽവാനസ് എന്ന ബിഷപ്പ് പറയുന്ന കാര്യം i2i CEO ആയ സുനിൽ മാത്യു ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ആരോപണമാണ്. അത് IPC അനുസരിച്ച് വളരെയധികം ശിക്ഷ അർഹിക്കുന്ന ഒരു ആരോപണമാണ്. അതിനാസ്പദമായ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്നു. മറ്റ് ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, മറ്റ് 2 വീഡിയോകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് i2iയിലെ തന്നെ വീഡിയോകളാണ്. ഞാൻ സമയം കിട്ടുമ്പോൾ വല്ലപ്പോഴുമൊക്കെ i2i വീഡിയോസ് ശ്രദ്ധിക്കാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ എന്തുകൊണ്ട് i2i ചാനലുമായി സഹകരിച്ചു എന്ന് നിങ്ങളോട് അല്പം അറിയിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ സഭകൾ വളരെയധികം ജീർണതയിൽ കൂടെയാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. സാധാരണ ജനങ്ങളിലുള്ള ധാർമ്മിക ബോധം പോലും ഇല്ലാത്ത വിധത്തിലാണ് പുരോഹിത വർഗം ഇവിടെ പ്രവർത്തിക്കുന്നത്. സഭകളുടെ ഉള്ളിലുള്ള അവസ്ഥ വളരെ ചീഞ്ഞ് നാറിയതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക്, വിശ്വാസികൾക്ക് അവരുടെ ആശയങ്ങളും ആകാംക്ഷകളും പ്രതിഷേധങ്ങളും അറിയിക്കാൻ ഒരു മാധ്യമവും ഒരു ഫോറവുമില്ല എന്നുള്ളതാണ്. സഭാ ജീവിതത്തിൽ വിശ്വാസികൾക്ക് ഉള്ള ഏക അവകാശം ഞായറാഴ്ച അവിടെ പോയി ഇരിക്കുക,
ആരോ പറയുന്നത് കേൾക്കുക, മിണ്ടാതെ തിരിച്ച് വീട്ടിൽ വരിക. അതുകൊണ്ടാണ് നാം ഇത്രമാത്രം അധപ്പതിച്ചു പോയത്. അതുകൊണ്ട് ജനങ്ങൾക്ക് അവരുടെ അനുഭവങ്ങളും അവരുടെ ഭീതികളും അമർഷങ്ങളും ഒന്ന് വെളിപ്പെടുത്തുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അതിനുതകുന്ന ഏക യൂട്യൂബ് ചാനൽ i2i ആണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനോട് സഹകരിച്ചത്. ആ തീരുമാനത്തിൽ ഞാൻ ഇന്ന് വാസ്തവത്തിൽ സത്യമായി അഭിമാനിക്കുന്നു. ഞാൻ സാധാരണ അങ്ങനെ ചെയ്യുന്നതല്ല, പക്ഷേ അങ്ങനെ സഹകരിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാനത് അഭിമാനിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറയാൻ കാര്യം, ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ അനേകം ആളുകൾ എന്നെ ഫോണിൽ വിളിച്ചുമല്ലാതെയും i2iയോട് സഹകരിക്കരുത്, കാരണം അതിൽ പ്രയോഗിക്കുന്ന ഭാഷ മോശമാണ് എന്നൊറ്റ കാര്യമാണ് എന്നോട് പറയുന്നത്. അതിൽ പ്രതിപാദിക്കപ്പെട്ട ഏതെങ്കിലും വിഷയം അസത്യം നിറഞ്ഞതായിരുന്നു, വാസ്തവികതയെ ഉപേക്ഷിച്ചോ, കള്ളം പറഞ്ഞുവോ, ആരെയെങ്കിലും താറടിക്കാൻ ശ്രമിച്ചോ, അടിസ്ഥാനരഹിതമായ താറടിക്കാൻ ഇങ്ങനെ ആരും പറയുന്നില്ല. എൻ്റെ ആശയങ്ങൾ തെറ്റാണ് ഒന്നും ആരും പറയുന്നില്ല. ഭാഷ മോശമാണ്. അപ്പോൾ എന്തും ചെയ്യാം, പക്ഷേ അത് പരാമർശിക്കുമ്പോൾ ഭാഷ ഏറ്റവും സാഹിത്യപരമായി നല്ല മാർഗോ സോപ്പിട്ട് കഴുകി വേണം ഉപയോഗിക്കണം എന്ന ഒരു സന്മാർഗബോധമാണ് കേരളത്തിലെ എരിവുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിൽക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. ഞാൻ അങ്ങനെ ചിരിക്കാറില്ല, എന്നാലും ചിരി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മാറ്റം വരത്തക്കവണ്ണം ഒരു യൂട്യൂബ് ചാനൽ വളർത്തുകയെടുക്കുക എന്നത് ഇന്നത്തെ അടിസ്ഥാന ആവശ്യമായതുകൊണ്ടാണ് ഞാൻ സഹകരിച്ചത്. ആ ഒരു ആവശ്യം ഇന്നും നിലനിൽക്കുന്നു. അതിൽ സഹകരിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു, യാതൊരു സംശയം വേണ്ട. അങ്ങനെ സഹകരിച്ചത് കൊണ്ട് ഞാൻ വളരെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു ഇന്നും എന്നോട് വലിയ കലിപ്പാണ്, എന്നോട് സംസാരിക്കുക പോലുമില്ല. ഒരു മാർത്തോമ സഭയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു അച്ഛൻ്റെ ഭാര്യയാണ്, എൻ്റെ കസിനാണ്, എന്നോട് സംസാരിക്കത്ത് പോലുമില്ല. യൂട്യൂബ് i2iയോട് ഞാൻ സഹകരിച്ചു എന്നതുകൊണ്ട്. അപ്പം ഞാനതിൻ്റെ വില കൊടുത്തു കഴിഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പെട്ടത്. അപ്പോൾ എനിക്കിപ്പോൾ i2iയുടെ ഒരു പ്രവർത്തനത്തിലും യാതൊരു പങ്കുമില്ല. എന്നാൽ ഈ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ i2iയിൽ കൂടെ പ്രസിദ്ധീകരിച്ച 2 വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലീസ് സുനിൽ മാത്യുവിനെ വേട്ടയാടുന്നു. അത് സുനിൽ മാത്യു തന്നെ ചെയ്ത വീഡിയോസാണ്. അതിൻ്റെ പശ്ചാത്തലം വളരെ ഡീറ്റെയിൽഡായിട്ട് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ മനസ്സിൽ വലിയ നൊമ്പരമുണ്ടാക്കി. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. എൻ്റെ അനുഭവങ്ങളാണ്. ഒരു പക്ഷേ നിങ്ങളിൽ പലരും അറിയുന്നത് പോലെ, അല്ലെങ്കിൽ അധികം ആർക്കും അറിയാൻ വയ്യാത്തതുപോലെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പല നിലപാടുകളും എടുത്തിട്ടുണ്ട്. നിസ്വാർത്ഥമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. സത്യത്തിനും നീതിക്കും, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഈ സമയമൊക്കെയും ന്യായമായും അധികാരത്തിലിരിക്കുന്ന ആളുകൾ ഈ പാവപ്പെട്ടവരെ അപമാനിക്കുകയും ചൂഷണം ചെയ്യുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ സ്വാധീനം കൊണ്ട് ബാക്കിയുള്ളവരെ എനിക്കെതിരെ തിരിച്ചുവിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന മഹനീയമായ ഒരു ടൈറ്റിൽ നേടിയെടുത്തത്. ആദ്യമായിട്ട് തന്നെ ബിഷപ്പന്മാർ ശത്രുവായി ചിത്രീകരിച്ചു. അതിനുശേഷം ആ ക്യാമ്പയിൻ കുറച്ച് വിജയിച്ചപ്പോൾ ഞാൻ ക്രിസ്തു മതത്തിൻ്റെ തന്നെ ശത്രുവാണ് എന്ന വലിയ പ്രചരണം നടന്നു. അങ്ങനെ അനേകം വിശ്വാസികൾ എന്നെ കണ്ടാൽ ഇപ്പോൾ ഓടി മാറുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇതുകൊണ്ട് നാം മനസ്സിലായി, ഇത് ഒരു തവണയല്ല, ഒരു 100 തവണ സംഭവിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നൊരു യാഥാർത്ഥ്യം, നമ്മുടെ ഇടയിലൊരു വലിയ വിരോധാഭാസം നിൽക്കുന്നുണ്ട്. ഒന്ന്, എല്ലാവരും അവരല്ലാതെ ബാക്കിയുള്ളവരെല്ലാം ആദർശത്തിന് വേണ്ടി നിൽക്കണം, ധീരസാഹസികതയോടെ അതിനുവേണ്ടി നിൽക്കണം. അവർക്ക് ചെയ്യാമോ? അയ്യോ, അത് ഞങ്ങളെ കൊണ്ടുപോകത്തില്ല, മറ്റാരെങ്കിലും ചെയ്തു തരണം. ഓക്കെ, ചെയ്തു തരാം. അങ്ങനെ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ആളാരെങ്കിലും അല്പം അപകടത്തിൽ ചെന്ന് പറ്റിയാൽ, ഒറ്റപ്പെടുത്തിയാൽ അന്നേരം വാലും ചുരുട്ടി അവർ ഓടി രക്ഷപ്പെടും. പിന്നെ നമ്മളെ കണ്ട മട്ട് കാണിക്കത്തില്ല.
കാരണം ക്രിസ്ത്യാനിയുടെ സ്വഭാവം അതാണ്, സ്വന്തം തടി തപ്പുക എന്നതിനപ്പുറത്തുള്ള ഒരു ആത്മീയത ക്രിസ്ത്യാനിക്കില്ല എന്നാണ് എൻ്റെ അനുഭവം. 100 അനുഭവങ്ങളിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ സധൈര്യം ഒരു ലക്ഷ്യത്തെ അനുധാവനം ചെയ്ത് പ്രവർത്തിക്കുന്നൊരു വ്യക്തി ഒറ്റപ്പെട്ടു പോകും എന്നത് എനിക്കറിയാവുന്ന കാര്യമാണ്. ആ ഒറ്റപ്പെടൽ വേദന ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് എന്നും അനുഭവത്തിൽ കൂടെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അവസ്ഥയിൽ ആകിപ്പോകുന്ന ആളുകളെ കൈവിടരുത് എന്നത് എൻ്റെ പരമമായ ധർമ്മമാണ്. അതേസമയം തന്നെ ഞാൻ നിയമവാഴ്ചയെ 100% ബഹുമാനിക്കുന്നു, സ്വീകരിക്കുന്നു, എന്നെ തന്നെ താഴ്ത്തുന്നു. ഐ സബ്മിറ്റ് മൈസെൽഫ് ടു ദ റൂൾ ഓഫ് ലോ. ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാൾ തൻ്റെ പ്രവൃത്തിയിൽ ചെയ്യരുതാത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ള ശിക്ഷ ഉണ്ടാകണം. നിയമത്തിൻ്റെ മുൻപിൽ എല്ലാവരും തുല്യരായിരിക്കണം. മാധ്യമക്കാർക്കൊരു നിയമവും അല്ലാത്തവർക്ക് മറ്റൊരു നിയമവും, രാഷ്ട്രീയ നേതാക്കന്മാർക്കൊരു നിയമവും അല്ലാത്തവർക്ക് മറ്റൊരു നിയമവും, മെത്രാന്മാർക്കൊരു നിയമം, പാദ്രിമാർക്കൊരു നിയമം, ഐമേനികൾക്ക് മറ്റൊരു നിയമം. ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കൽ ചെയ്ത ശുശ്രൂഷകൾ ഒരു ഐമേനിയാണ് ചെയ്യുന്നതെങ്കിൽ അവൻ ജയിലിൽ കിടക്കും, സംശയിക്കണ്ട. എനിക്ക് സംശയമൊന്നുമില്ല. ആ നിയമം അദ്ദേഹത്തെ കുറ്റം വിധിക്കാനായിട്ട് വേണ്ട തെളിവുകളില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. അത് എന്തുകൊണ്ടാണെങ്കിൽ സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം എനിക്ക് സ്വീകാര്യമല്ല. അപ്പോൾ പോലീസിന് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ നടപടിയെടുക്കുക അവരുടെ ധർമ്മമാണ്. ഞാൻ അതിനെ ഒരു വിധത്തിലും വിലക്കുകയില്ല. അതേസമയം കേരള പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കും എന്ന ഒരു വിശ്വാസം എനിക്കില്ല. ഞാനൊരു അനുഭവം പറയാം. 2 വർഷങ്ങൾക്ക് മുൻപ് എനിക്കിവിടെ തിരുവനന്തപുരം VGT ഹാളിൽ പ്രസംഗിക്കണം. അത് ഒരു പ്രതിഷേധ മീറ്റിങ്ങിൽ പ്രസംഗിക്കണം. എന്താണ് പ്രതിഷേധ മീറ്റിംഗ്? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ സൗത്ത് കേരള ഡയസിസിലെ ബിഷപ്പും ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മോഡറേറ്ററുമായിരുന്നു ധർമ്മരാജ് റസാലം എന്ന് പറയുന്ന ബിഷപ്പ്. 16 ക്രിമിനൽ കേസിലെ പ്രതിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ ജനരോഷം അങ്ങ് കാട്ടുതീ പോലെ ആളിക്കത്തിയപ്പോൾ അങ്ങനെ സംഘടിപ്പിച്ചൊരു മീറ്റിങ്ങിൽ എനിക്ക് പ്രസംഗിക്കണം. ഞാൻ സമ്മതിച്ചു. ഞാൻ ഇവിടുന്ന് ഇറങ്ങി യാത്ര ചെയ്ത്, അപ്പോൾ എനിക്ക് LMSൻ്റെ മുമ്പിൽ കൂടെ ഇടത്തോട്ട് തിരിഞ്ഞ് വേണം VGT ഹാളിൽ പോകാൻ. ഞാൻ ആ മ്യൂസിയത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ പോലീസ് എന്നെ തടഞ്ഞു. അപ്പോൾ മുമ്പോട്ട് പോകാനൊക്കത്തില്ല. അപ്പോൾ ചോദിച്ചാൽ അതെന്താ? അവിടെ ബിഷപ്പിൻ്റെ ഗുണ്ടാകൾ 300 പേര് വാളുമായിട്ട് നിൽപ്പുണ്ടെന്ന്. അങ്ങ് പോയാൽ സാറിന് വല്ലതും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരും, അതുകൊണ്ട് ഇതിലെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോലീസുകാർ ഗുണ്ടാകളെ സംരക്ഷിക്കാനാണോ നിൽക്കുന്നത് അതോ പൗരന്മാരെ സംരക്ഷിക്കുകയാണ് ശ്രമിക്കേണ്ടത്? എന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല, അങ്ങോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഞാൻ വേറെ വഴിയെ കൂടെ പോയാണ് VGT ഹാളിൽ പോയി പ്രസംഗിച്ചത്. എന്തുകൊണ്ടാണ് ബിഷപ്പിൻ്റെ ഗുണ്ടാകളെ അഭിമുഖീകരിക്കാൻ പോലീസിന് പ്രയാസം? രാഷ്ട്രീയ സമ്മർദ്ദമാണ്. മേളിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടാണ്. ഞാൻ പോലീസുകാരെ കുറ്റം പറയുന്നതല്ല, അവർ അടിമകളാണ് വാസ്തവത്തിൽ. അവർക്ക് അവരുടെ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു പോലീസുകാരനുമില്ല. അതിന് 1000 ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും. ഞാൻ അതിലേക്ക് പോകാൻ സമയം പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അതിലേക്ക് പ്രവേശിക്കുന്നത്. ഞാനിത് കുറേ അനുഭവിച്ചാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അർദ്ധരാത്രിയിൽ ITY ഓഫീസ് റെയ്ഡ് ചെയ്യുക, അതും പോരാഞ്ഞിട്ട് അർദ്ധരാത്രിയിൽ ITY വീട് പോയി റെയ്ഡ് ചെയ്യുക. എന്താണ് ഇദ്ദേഹത്തെ പറ്റിയുള്ള പരാതി? ഇനി അത് ഞാൻ പറയാം. ഞാൻ ഈ FIR വായിച്ചു, അത് സംബന്ധമായ അനേക ഡോക്യുമെൻറ്റ്സ് ഞാൻ വായിച്ചു. സത്യം പറഞ്ഞിട്ട് മാത്രമേ ഒരു നിലപാട് സ്വീകരിക്കാവൂ എന്നത് എൻ്റെ നിർബന്ധമാണ്. ഞാൻ ആരുടെയും പക്ഷം പിടിച്ച് സംസാരിക്കുന്ന ആളല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ബിഷപ്പ് KP യോഹന്നാൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ഒരു സാധ്യത ഉദ്ധരിച്ചുകൊണ്ട് അതിനെപ്പറ്റി വേണ്ടതുപോലെ അന്വേഷണം ഉണ്ടാകണം എന്ന് കാണിച്ച് സുനിൽ മാത്യു തൻ്റെ ചാനലിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-4 വീഡിയോകൾ ഇട്ടിരുന്നു. അത് കൂടുതൽ ഇട്ടിട്ടുണ്ടോ എന്നറിയില്ല, എൻ്റെ ശ്രദ്ധയിൽ 3-4 പെട്ടിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല, കഴിഞ്ഞ മാസം 28-ാം തീയതി അദ്ദേഹം വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു പരാതി കേരളത്തിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP കേരള
കൊടുത്തു. അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചിരിക്കുന്നത് 16 പേജുള്ളൊരു ഡോക്യുമെൻ്റാണ്. അതിനകത്ത് സർവ്വവിധമായ ഡീറ്റെയിൽസും കാണിച്ചിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് ഒരു വ്യക്തി ഇത്രമാത്രം റിസർച്ച് ചെയ്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന് സുനിൽ മാത്യുവിനോട് ആവർത്തിച്ച് പറഞ്ഞത് മരിച്ചുപോയ ബിഷപ്പ് യോഹന്നാൻ്റെ സഹോദരനായ KP പുന്നൂസാണ്. പുന്നൂസ് സുനിൽ മാത്യുവിനെ വന്ന് കണ്ട് ഇങ്ങനെയുള്ള ഇതാണ് എൻ്റെ യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെടുത്തി ഈ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കാൻ അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുനിൽ മാത്യു ഇപ്രകാരമൊരു നിലപാടെടുത്തത്. അല്ലാതെ സുനിൽ മാത്യുവും KP യോഹന്നാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. സുനിൽ മാത്യുവിന് ബിലീവേഴ്സ് ചർച്ചിനോട് എന്തെങ്കിലും കുടിപ്പക ഉണ്ടായിരുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പം മരിച്ചുപോയ ഒരു വ്യക്തിയുടെ സഹോദരൻ ആണയിട്ട് പറയുകയാണ്, എൻ്റെ സഹോദരൻ ദുരൂഹമായ സാഹചര്യത്തിലാണ് മരിച്ചത്, ഇതിനെപ്പറ്റി ഒരു നിലപാട് ITY ചാനൽ എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ പറയുക മാത്രമല്ല, അത് സംബന്ധമായ എല്ലാ തെളിവുകളും അദ്ദേഹം കൈമാറി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് DGPക്ക് കൊടുത്ത കംപ്ലയിൻറ്റിന് അനുബന്ധമായി 15-16 പേജുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തന്നെ സമർപ്പിക്കാനിടയായി. അപ്പോൾ ഈ കാര്യത്തിൽ വാസ്തവത്തിൽ അന്വേഷണത്തിന് വിധേയമാകേണ്ടത്, ആദ്യം അന്വേഷണത്തിന് വിധേയമാകേണ്ടത് KP പുന്നൂസാണ്. എന്നാൽ അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയുമില്ല. അപ്പോൾ സുനിൽ മാത്യു ഈ വീഡിയോകൾ ചെയ്തതിൽ കൂടെ ബിലീവേഴ്സ് ചർച്ചിനകത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നതാണ് ആരോപണം. ആ ആരോപണം വായിച്ചപ്പോൾ ഞാൻ ചിരിച്ചു. ഞാൻ FIRൽ കണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. സുനിൽ മാത്യു ബിലീവേഴ്സ് ചർച്ചിനകത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും സാമാന്യ ബുദ്ധി എന്നേക്കാളുണ്ട് എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ആരെങ്കിലും ഒരു ചാനൽ ഇങ്ങനെ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബിലീവേഴ്സ് ചർച്ചിനകത്ത് കലാപം ഉണ്ടാകുന്നത്? കലാപം ഉണ്ടാകാൻ ഒരു സാധ്യതയുള്ളൂ. ഈ സഭയ്ക്കുള്ളിലുള്ള ആളുകളിൽ പലരും ഇങ്ങനെ സംശയിക്കുന്നുണ്ട്. ആ സംശയം ഇപ്പോൾ അടിച്ചമർത്തപ്പെട്ട് വച്ചിരിക്കുന്നു. എന്നാൽ ഒരു ചാനൽ വെളിയിൽ നിന്ന് പറയുമ്പോൾ ആ സംശയം തലപൊക്കുകയും അതൊരു വലിയ പ്രതിഷേധമായി മാറാൻ സാധ്യതയുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ബിലീവേഴ്സ് ചർച്ചിനകത്ത് അങ്ങനെ ഒരു സാഹചര്യം സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളല്ല, അതിനകത്തെ ആളുകൾ തന്നെയാണ്. ഇവിടെ നാം എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ബിലീവേഴ്സ് ചർച്ചിൻ്റെ പ്രശ്നം ഒരു ITY എന്ന് പറയുന്ന ചാനലല്ല, അതിൻ്റെ CEO ആയ സുനിലുമല്ല. ബിലീവേഴ്സ് ചർച്ചിൻ്റെ ശാപം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഭീമമായ സമ്പത്തുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. സമ്പത്തുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ ഇത് അന്വർത്ഥമാണെന്ന് മനസ്സിലാകും. ബിലീവേഴ്സ് ചർച്ചിന് ഭീമമായ സമ്പത്തുണ്ട് എന്ന് മാത്രമല്ല പ്രശ്നം, ഇതിനെ പക്വതയോടെ കൈകാര്യം ചെയ്യുവാൻ കെൽപ്പുള്ള ആളുകൾ അതിലില്ല. വലിയ സഭയാണ്, വലിയ സമ്പത്തുണ്ട്. ഈ ചുമതലയിരിക്കുന്ന ആളുകൾ ഒരു അശുക്കളാണ്, കൊതുകുകളാണ്, ആത്മീയ കൊതുകുകളാണ്. അതുകൊണ്ട് തീർച്ചയായും ഇതിനകത്ത് പ്രശ്നമുണ്ടാകും, യാതൊരു സംശയം. ഇന്നല്ലെങ്കിൽ നാളെ ഇത് പൊട്ടിപ്പുറപ്പെടും. ആ ഭീതി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സാധ്യത ഒരു ചാനൽ പറയുമ്പോൾ അത് ഞങ്ങളുടെ ഉള്ളിൽ കലാപം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഭിന്നതയുണ്ട് എന്ന് എനിക്ക് വ്യക്തമാണ്. കാരണം അല്ലെങ്കിൽ KP പുന്നൂസ് രായ്ക്ക് രാമായണൻ സുനിലിൻ്റെ അടുത്ത് വന്ന് ഈ കാര്യമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത് ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാധ്യമ പ്രവർത്തകനായ ഒരു വ്യക്തി അദ്ദേഹത്തിന് ലഭിക്കുന്ന തെളിവുകൾ അവയെ ആധാരമാക്കി അവയിൽ ആധികാരികതയുണ്ട് എന്ന് വിശ്വസിച്ച് ഒരു നിലപാടെടുക്കുന്നു. നിലപാടെടുക്കുക മാത്രമല്ല, അദ്ദേഹം വളരെ വളരെ ക്ലേശം സഹിച്ച് ആ DGPക്ക് കൊടുത്തിരിക്കുന്ന കംപ്ലയിൻറ്റ് ഒന്ന് ക്രമീകരിക്കാൻ കുറഞ്ഞത് ഒരു 10 ദിവസം അധ്വാനിക്കണം. അത്രമാത്രം മെറ്റീരിയൽ അതിനകത്തുണ്ട്. അതിൻ്റെ കോപ്പി
കേരള മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ കോപ്പി ഡിസ്ട്രിക്റ്റ് പോലീസ് ചീഫ് പത്തനംതിട്ടയ്ക്ക് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ കോപ്പി SHO തിരുവല്ലയ്ക്ക് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ കോപ്പി മ്യൂസിയം പോലീസ് സ്റ്റേഷൻ SHOയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇതിൽ മേലൊന്നും യാതൊരു നടപടിയുമില്ല. എന്നാൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന, അതായത് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു PRO എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഈ മാത്യൂസ് മോർ സിൽവാനസ് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ പെട്ടെന്ന് നടപടിയാണ്. നടപടി വേണം ഇല്ല എന്നല്ല ഞാൻ പറയും, പക്ഷേ നടപടി നടത്തുന്ന ക്രമം ഒന്ന് നിങ്ങൾ പരിശോധിക്കാം. സുനിൽ മാത്യുവിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ്. ഭവനം റെയ്ഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ്. എന്തുകൊണ്ടാണ്? അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് പോലീസുകാർ മാത്രമല്ല, നല്ല ക്യാമറ ഒക്കെ വെച്ച്. കാരണം ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന കൊണ്ടുപോകുന്ന പടം പ്രസിദ്ധീകരിച്ച് ഇതാ ഒരു വലിയ കൊലപാതകക്കുള്ളിയെ പോലെ കൊണ്ടുപോകുന്നു, അവൻ വെറും കുറ്റവാളിയാണ് എന്ന് ഒരു വ്യക്തിയുടെ അഭിമാനത്തെ എത്രമാത്രം താറടിക്കാമോ ആ ശ്രമമാണ് അവിടെ നടന്നതെന്ന് എന്നെ അതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ നീതി അന്വേഷിച്ചിട്ടുള്ള യാത്രയിൽ ഇപ്രകാരമുള്ള മാമാങ്കങ്ങൾ ഉൾപ്പെടുത്തരുത് എന്നൊരു ശക്തമായ അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുവെങ്കിൽ ലഭിച്ചിരിക്കുന്ന 2 പരാതികളും അനുസരിച്ച് അന്വേഷണം നടക്കണം. എന്തുകൊണ്ടാണ് ഒരു പരാതി അന്വേഷിക്കുന്നു മറ്റത് അന്വേഷിക്കാത്ത? എന്താണ്? അതറിയാൻ വയ്യാതെ മനസ്സിലാക്കാൻ കഴിയാത്ത പൊട്ടന്മാരല്ല കേരളത്തിലുള്ള ആളുകൾ. അപ്പോൾ പോലീസ് നിഷ്പക്ഷമായ ഒരു നിലപാട് ഇതിൽ എടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അന്വേഷണത്തിൽ കൂടെ സത്യം വെളിയിൽ വരണം. അടിസ്ഥാനരഹിതമായ ഒരു പ്രസാരണമാണ്, ഒരു ന്യൂസ് പ്രചരണമാണ് സുനിൽ നടത്തിയത് എങ്കിൽ ഞാൻ അതൊരു വിധത്തിലും ന്യായീകരിക്കുകയില്ല. ഞാൻ സുനിലിനോട് സഹകരിക്കാൻ തീരുമാനിച്ച നിമിഷം സുനിലിനോട് പറഞ്ഞ കാര്യം ഇപ്പോഴും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരിക്കും. സത്യത്തെ അല്പം പോലും ലഘൂകരിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയാൽ ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടാവില്ല. അതാണ് എൻ്റെ നിലപാട്. പിന്നെ എല്ലാവർക്കും അബദ്ധം പറ്റാം. ഇപ്പോൾ KP പുന്നൂസ് മനഃപൂർവ്വമായി സുനിൽ മാത്യുവിനെ ചതിച്ചു എന്നിരിക്കാം. അങ്ങനെ തെറ്റിദ്ധാരണ ഒരു വ്യക്തിയിൽ നിന്ന് പ്രാപിച്ച് അത് സത്യമാണെന്ന് വിചാരിച്ച് സുനിൽ മാത്യു ഒരു നിലപാടെടുത്തെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കപ്പെടുന്ന ആ നിമിഷം സുനിൽ മാത്യു മാപ്പ് പറയേണ്ടതാണ്, യാതൊരു സംശയമില്ല. എന്നാൽ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒരു അന്വേഷണം വരുന്നതിനെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഇപ്പോഴത്തെയുള്ള അധികാരികൾ എതിർക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും എനിക്ക് ഏവരോടും പറയാനുള്ളത്, അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളെ എക്കാലത്തും സ്ഥാപിത താൽപ്പര്യങ്ങൾ സംഘടിതമായി എതിർക്കുകയും മാനഹാനി വരുത്തി കഴിയുമെങ്കിൽ നിലത്തിട്ട് ചവിട്ടി അരച്ച് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനത് അനുഭവിച്ച വ്യക്തിയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സത്യം നിലനിൽക്കണം, ജനം അറിയണം, യാഥാർത്ഥ്യബോധം നമ്മുടെ ഇടയിൽ വളർത്തിയെടുക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ, അവർക്കെതിരെ ചില പണച്ചാക്കുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവർ പോലീസിനെ ഉപയോഗിച്ച് അക്രമം അഴിച്ചുവിടുന്നു എന്നതുകൊണ്ട് കൈവിടരുത്. അവരെ കൂടുതൽ മുറുകെ പിടിക്കണം. അതാണ് എൻ്റെ സമീപനം. കഴിഞ്ഞ 1.5 വർഷമായിട്ട് എനിക്ക് സുനിൽ മാത്യുവുമായി യാതൊരു സഹകരണവുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു, സുനിൽ മാത്യു ഈ വീഡിയോ കാണുമെങ്കിൽ, പ്രിയപ്പെട്ട സുനിൽ മാത്യു, ഈ സാഹചര്യത്തിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ യാതൊരു സംശയം വേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ കഴിയാവുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തിരിക്കും. ശ്വാസമുണ്ടെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നൊരു വ്യക്തിയെ ഞാൻ കൈവിടുകയില്ല. മറ്റൊന്നും കൊണ്ടല്ല. അങ്ങനെ കൈവിട്ട ശേഷം എനിക്ക് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് സധൈര്യം നിങ്ങളുടെ മാധ്യമ ദൗത്യം നിർവഹിക്കുക. ഏതെങ്കിലും
സമയത്ത് ഏതെങ്കിലും വിധത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ദയവായി അറിയിക്കുക. ഞാൻ ഒരു വീഡിയോ ചെയ്ത് എൻ്റെ ഒരു സുഹൃത്ത് വഴി നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഉപയോഗിച്ച് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെയും ഞാനിത് തന്നെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ പ്രത്യേകമായി ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ എന്നോട് സഹകരിച്ച് നിൽക്കുന്ന ആളുകൾ, അവരിൽ അനേകം ആളുകൾക്ക് ഞാൻ I2Iയുമായി സഹകരിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നറിയാം. അവർക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു നായാട്ട് ഹണ്ടിങ് അറിയാം. അപ്പോൾ അവരിതിനെപ്പറ്റി ചിന്താക്കുഴപ്പം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഏകനല്ല. നിങ്ങളുടെ കൂടെ നടക്കുവാൻ, എന്നാൽ കഴിയുന്ന സഹായങ്ങൾ മുഴുവനും ചെയ്യുവാൻ, നിങ്ങളുടെ ഈ പ്രയാസമേറിയ ഘട്ടത്തിൽ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഞാൻ തയ്യാറാണ്. നീതിക്കും സത്യത്തിനും വേണ്ടി കരുതുന്ന ഏവരും തയ്യാറായിരിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഭീരുക്കളുടെ ഇടയിൽ അസത്യത്തിനും അനീതിക്കും മാത്രമേ ഇടമുണ്ടാകുകയുള്ളൂ. സധൈര്യമായ ക്രൂശ് ഏറ്റുവാങ്ങി തന്നെ മനുഷ്യജാതിയുടെ പാപപരിഹാരമായ ഗോൽഗോഥായിൽ സമർപ്പിക്കാനായി കടന്നുപോയ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യപുത്രൻ്റെ അനുയായിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏതായാലും നീതി നടക്കട്ടെ, സത്യം വിജയിക്കട്ടെ. പിന്നെ ബിലീവേഴ്സ് ചർച്ചിനെ പറ്റി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും മുന്നേറ്റമൊക്കെ പ്രാപിച്ചൊരു സഭ അതിൻ്റെ നേട്ടം കൊണ്ട് തകർന്നു പോകാതിരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ കരം ആ സഭയിലും അതിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഏവരുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.